മത്തി വറുത്തത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് മത്തി വിശേഷം കാണാം. ഇന്ന് ഞാൻ കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കറിയാണ് വയ്ക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. നല്ല പോലെ ക്ലീൻ ചെയ്തു. ഒന്നുകൂടി ക്ലീൻ ചെയ്തു. കടയിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കിട്ടുക, പക്ഷേ ഒന്നും കൂടി നല്ല പോലെ ക്ലീൻ ചെയ്തു. കുറച്ച് നേരം വിനീഗർ ഒഴിച്ച് ഞാൻ വെച്ചിരുന്നു. അതിന് ശേഷമാണ് കഴുകിയത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല പോലെ കഴുകിയതിന് ശേഷം ആ മത്തിയുടെ വാസന ഫുള്ള് പോകും. അങ്ങനെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടി അതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് തിരുമ്മി കഴുകുമ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുക. അതെനിക്ക് ഇഷ്ടമല്ല. വാലിൻ്റെ ഭാഗം എല്ലാം ക്ലീൻ ചെയ്ത് മേലെ ഒന്നും കൂടിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കഴുകുക. അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കും. സാധാരണ മത്തി വാങ്ങിക്കഴിഞ്ഞാൽ മുളകിട്ട് വെക്കാനാണ് ഇഷ്ടം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് മത്തി മുളകിട്ട കറി. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണണേ. ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും വെറുതെ കണ്ടു പോകുന്നേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. അങ്ങനെ നമ്മുടെ മീനൊക്കെ വരഞ്ഞ് റെഡിയായി. പിന്നെ അതൊന്നും കൂടി കഴുകി വൃത്തിയാക്കണം വരഞ്ഞതിന് ശേഷം. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു 5 മുളക് എടുത്തിട്ടുണ്ട്. അതിൽ 2-3 പിരിയൻ മുളകും ബാക്കി എരിവുള്ള മുളകുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി വലുതാണ്, അത് കാരണം 2-3 എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഇടാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരയ്ക്കാം. വെള്ളം ചേർക്കാണ്ട് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ മിക്സിയിൽ കുറച്ച് ഇടും, കാരണം വെള്ളമില്ലാണ്ട് അരയ്ക്കാൻ പറ്റില്ല. ഞാൻ 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് ഞാനിവിടെ ഈ ചെറിയ സ്പൂണിന് 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല, പക്ഷെ മഞ്ഞൾപ്പൊടി ചേർത്താൽ എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിലൊക്കെ പോകുമല്ലോ, അപ്പോൾ നല്ലതാണ്. ഞാൻ കുറച്ച് ഇടാറുണ്ട് മീനിൽ. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് നമ്മൾ അരക്കണയിൽ അരച്ച് ചേർത്താലും മതി. ഇവിടെ എൻ്റെ കയ്യിൽ പൊടിയുള്ളത് കാരണം ഞാൻ പൊടിയാണ് ഇട്ടത്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് നമ്മൾ ഈ അരച്ച മിശ്രിതം ഉണ്ടല്ലോ, അതും ഇതിൽ കൂടെ ചേർക്കണം. 1/2 സ്പൂൺ, വലിയ സ്പൂൺ 1/2 സ്പൂൺ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഈ അരപ്പും എല്ലാം കൂടി നമ്മൾ കൈകൊണ്ട് നല്ല തിരുമ്മി പിടിപ്പിക്കണം. മീനിൽ സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ ശരിയാവില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ നല്ല പോലെ വെച്ച് തേക്കും. പിന്നെ നമ്മൾ വരഞ്ഞിട്ടുണ്ടല്ലോ, ആ ഭാഗത്തു കൂടെയൊക്കെ ഒന്ന് തേച്ച് വിട്ടാൽ ഉള്ളിലേക്കൊക്കെ മസാല പോയി നല്ലോണം പിടിക്കും. എന്നിട്ട് നമുക്കതൊരു 1/2 അവർ, ചുരുങ്ങിയത് ഒരു 1/2 അവറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഒരു കുറച്ച് നേരം ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് കിട്ടും. ചില ആൾക്കാരൊക്കെ ഇത് വെയിലത്ത് കൊണ്ട് വെക്കും കേട്ടോ, പക്ഷെ അതെന്തെങ്കിലും കവർ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ വല്ല കാക്ക എന്തെങ്കിലും എടുത്തിട്ട് പോകും. അങ്ങനെ നല്ല പോലെ മസാല എല്ലാം കൈകൊണ്ട് ഓരോ മീനിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് തേച്ച് പിടിപ്പിക്കണം. എക്സ്ട്രാ മസാല ഉള്ളതെല്ലാം ഉള്ളിലോട്ടൊക്കെ തിരികെ വിടാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വറുത്ത് കഴിഞ്ഞാൽ നല്ല എരിവും, മീനല്ലെങ്കിൽ കുറച്ച് എരിവും മുന്തി നിൽക്കണമല്ലോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇപ്പോഴും മുളക് ഇടുമ്പോൾ കുറച്ച് ജാസ്തി ഇടണം മീനിലേക്കും ഇറച്ചിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ല മുളകിലും മസാലയിലും ഇങ്ങനെ കുളിച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിലൊരു ചുരുങ്ങിയത് ഞാനിവിടെ ഒരു 1-1.5 മണിക്കൂർ വെച്ചു ഫ്രിഡ്ജിൽ. അപ്പോൾ നല്ല എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് തലേദിവസം റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് വറുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നല്ല പോലെ മസാല പിടിച്ചിരിക്കുമല്ലോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പാനിൽ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കാറ്. ഞാനെപ്പോഴും മീൻ വറുക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, സാധാരണ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതോ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് ചട്ടി ചൂടായതിന് ശേഷം ഈ മീനെല്ലാം നമുക്കിങ്ങനെ അടുപ്പിച്ച് വയ്ക്കാം. ഒറ്റ ട്രിപ്പിന് വറുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ മീനിനെയും റെഡിയാക്കി വയ്ക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ വറുക്കണ സമയത്ത് മീൻ അടച്ച് വയ്ക്കും ഒരു 5 മിനിറ്റ്, എന്നിട്ടാണ് തിരിച്ചിടുക. അങ്ങനെ ആവുന്ന സമയത്ത് എൻ്റെ മീൻ പൊട്ടി പോണ പോലെ തോന്നി. അപ്പോൾ ഇക്കുറി ഞാൻ അടച്ചിട്ടതേ ഇല്ല, അടപ്പ് കൊണ്ട് അടച്ച് വെച്ചതേ ഇല്ല. ഇങ്ങനെ കുറച്ച് സ്ലോ ഫയറിൽ ഞാൻ അങ്ങനെ തുറന്നിട്ട് തന്നെയാണ് കുക്ക് ചെയ്തത്. അത് കാരണം കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി. നിങ്ങളെങ്ങനെയാണ് വറുക്കാറുള്ളത്? ഇങ്ങനെയാണോ അതോ നിങ്ങൾ കുറച്ച് നേരം അടച്ച് വയ്ക്കലുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വറുത്ത് നോക്കാം കേട്ടോ. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്നിട്ട് തന്നെ വയ്ക്കുക. സ്ലോ ഫയറിൽ നല്ല പോലെ കുക്കാവും ചെയ്യും. അതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം തിരിച്ചിടാം. അങ്ങനെ 2 സൈഡും മൊരിച്ച് നല്ല പോലെ മൊരിച്ചിട്ട് എടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ വറുത്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഈ ഒരു മീൻ വറുത്തതും മതി നമുക്ക് ഒരു ഗണ്ണം ചോറിനാം. അങ്ങനെ നമുക്ക് സൂക്ഷിച്ച് പതുക്കെ ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡ് ഇങ്ങനെ തിരിച്ചിടാം.
പിന്നെ നമുക്ക് സ്ലോ ഫയറിൽ തന്നെ ഇത് കുക്ക് ചെയ്യാം. അടിപൊളി നന്നായിട്ട് മൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സമയം കൂട്ടിയിട്ട് ഇതിൻ്റെ മൊരി എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് മൊരിക്കുക കേട്ടോ. ഒരു പ്രാവശ്യം വെന്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം സ്ലോ ഫയറിലിട്ട് കഴിഞ്ഞാൽ നല്ല പോലെ മൊരിയും. എപ്പോഴും ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, അപ്പോൾ കരിഞ്ഞ് പോവുള്ളൂ. ഈ മസാലയെല്ലാം കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് പോവും. ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അധികം വാസന ഉണ്ടാവില്ല മീൻ വറുക്കണതിൻ്റെ. അല്ലാണ്ട് വെറുതെ നമ്മൾ വെറും ഉള്ളിയും മുളകും മാത്രം അരച്ചിട്ട് മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മാതിരി ചൂര് വരും. മത്തി വറക്കണമെന്നുള്ളത് 4 ഭാഗമുള്ള ആൾക്കാർക്ക് മൊത്തം മനസ്സിലാവും. നമ്മളിങ്ങനെ വെളുത്തുള്ളി എല്ലാം ചേർക്കുമ്പോൾ അടിപൊളി ഒരു വാസന ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാടൻ മത്തി വറുത്തത് അടിപൊളി ടേസ്റ്റിയാണ്. നല്ല എരിവുള്ള മത്തി ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.